തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അഹമ്മദാബാദിലെ വിമാനാപകടം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ബോയിങ് 7878 ഡ്രീം ലൈനർ പറന്നുയർന്ന ഉടനെ തകർന്നു വീഴുകയായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു. 230 യാത്രക്കാരും 12 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഒരാളൊഴികെ ബാക്കിയെല്ലാവരും മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ഇന്ത്യ മുഴുവൻ കേട്ടത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയും ആ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്ന രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പട്ടികയിൽ ഒടുവിലത്തെ ആളായി ഇതോടെ മാറിയിരിക്കുകയാണ് വിജയ് രൂപാണിയും. 2016 മുതൽ 2021 വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വിജയ് രൂപാണി. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഹോമി ജെ ബാബ, സഞ്ജയ് ഗാന്ധി, മാധവറാവു സിന്ധ്യ, YS രാജശേഖര റെഡ്ഡി തുടങ്ങിയ നിരവധി പ്രമുഖർ സമാനമായ രീതിയിൽ വിമാനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1966 ജനുവരി 24-ന് എയർ ഇന്ത്യയുടെ ബോയിങ് 707 വിമാനം യൂറോപ്പിലെ മോണ്ട് ബ്ലാങ്ക് പർവ്വതനിരയിൽ തകർന്നുണ്ടായ അപകടത്തിലാണ് ഹോമി ജെ ബാബ മരണപ്പെടുന്നത്. കാംചൻ ഗംഗ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിമാനം മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറക്കുകയായിരുന്നു. അപകടത്തിൽ ഹോമി ജെ ബാബയ്ക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 117 പേരും അന്ന് കൊല്ലപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മകനും കോൺഗ്രസ് നേതാവുമായിരുന്ന സഞ്ജയ് ഗാന്ധിയും കൊല്ലപ്പെടുന്നത് വിമാനാപകടത്തിൽ തന്നെയാണ്. വിമാനത്തിന്റെ പൈലറ്റ് കൂടിയായിരുന്നു അന്ന് സഞ്ജയ് ഗാന്ധി. 1980 ജൂൺ 23-ന് ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം അദ്ദേഹം പറത്തിയ പിൻസെറ്റ് 2 എന്ന ചെറുവിമാനം നിയന്ത്രണം വിട്ട് നിലം പതിക്കുകയായിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മാധവറാവു സിന്ധ്യ 2001 സെപ്റ്റംബർ 30-ന് ഉത്തർപ്രദേശിലെ മെയിൻപൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ അദ്ദേഹം സഞ്ചരിച്ച സ്വകാര്യ വിമാനം തകർന്നാണ് മരിക്കുന്നതും. ലോക്സഭാ സ്പീക്കറായിരുന്ന GMC ബാലയോഗി 2002-ൽ ആന്ധ്രാപ്രദേശിൽ വെച്ചുണ്ടായിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അപകടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥൻ D സത്യരാജു, പൈലറ്റ് ക്യാപ്റ്റൻ GV മേനോൻ എന്നിവർ തൽക്ഷണം തന്നെ മരണപ്പെട്ടിരുന്നു. ഏറെ ഞെട്ടലോടെ കേട്ട മറ്റൊരു വിമാനാപകടമായിരുന്നു നടി സൗന്ദര്യ കൊല്ലപ്പെട്ട ബാംഗ്ലൂരിൽ നിന്ന് കരിംനഗറിലേക്ക് സഞ്ചരിച്ച സെസ്ക 180 എന്ന വിമാനാപകടം. 2004 ഏപ്രിൽ 17 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതായിരുന്നു അവർ. 2009 സെപ്റ്റംബർ 2-ന് മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നു വീണ അപകടത്തിൽ മരിക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ YS രാജശേഖര റെഡ്ഡിയും. YSR അടക്കം 4 പേർ എന്ന വിമാനാപകടത്തിൽ മരിച്ചു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഗണ്ഡുവിന്റെ മരണവും ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് തന്നെയായിരുന്നു. 2011 ഏപ്രിൽ 30-ന് തവാങ്കിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള യാത്രയ്ക്കിടെ പവൻ ഹാൻസ് ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയെപ്പെട്ട് കാണാതാവുകയും പിന്നീട് തകർന്ന നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഇന്ത്യയുടെ ആദ്യ സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് 2021 ഡിസംബർ 8-ന് തമിഴ്നാട്ടിലെ കൂനൂരിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിലാണ് മരണമടയുന്നതും. ഇന്ത്യൻ വ്യോമസേനയുടെ Mi-17V5 ഹെലികോപ്റ്ററാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബിപിൻ റാവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മധുലിക റാവത്തും മറ്റ് 11 സൈനിക ഉദ്യോഗസ്ഥരും അന്ന് മരണമടഞ്ഞിരുന്നു. ഹരിയാന ഊർജ്ജമന്ത്രി OP ജിൻഡൽ, പഞ്ചാബ് ഗവർണറായിരിക്കെ സുരേന്ദ്രനാഥ് എന്നിവർ മോശം കാലാവസ്ഥ മൂലവും ഹെലികോപ്റ്റർ തകർന്ന് മരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ കൂട്ടത്തിലേക്ക് വിജയ് രൂപാണിയും. പ്രമുഖർക്ക് പുറമെ വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ സാധാരണക്കാരും നിരവധിയാണ്.